അതെ, ഇന്ന് നമുക്കൊരു അടിപൊളി പഴങ്കഞ്ഞി കുടിച്ചാലോ? അതിനായിട്ട് ഞാനിവിടെ തലേദിവസം മിച്ചം വന്ന ചോറ് വെള്ളം ഒഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ കൂടെ 2 സ്പൂൺ കട്ട തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ഉപ്പുമാങ്ങ ചമ്മന്തി ഉണ്ടാക്കണം. അതിനായിട്ട് കുറച്ച് കാന്താരിമുളക്, ചുമന്നുള്ളി, പിന്നെ ഉപ്പുമാങ്ങയും കൂട്ടി ഒരു കല്ലിൽ നന്നായിട്ട് ചതച്ചെടുക്കുക. ആ ഉപ്പുമാങ്ങയുടെ കൂട്ട് പഴങ്കഞ്ഞിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോ നാവിൽ വെള്ളം വന്നവർ ഇവിടെ കമോൺ. പിന്നെ നന്നായിട്ട് വേവിച്ചടച്ച കപ്പയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പഴങ്കഞ്ഞിയുടെ പ്രത്യേകത നിങ്ങൾക്കറിയാവല്ലോ. ചോറ് വെള്ളം ഒഴിച്ച് ഓവർനൈറ്റ് വെക്കുമ്പോൾ അത് ഫെർമെന്റ് ആയിട്ട് അതിൽ പ്രീബയോട്ടിക്സും പ്രോബയോട്ടിക്സും ധാരാളം ഉണ്ടാകുന്നുണ്ട്. അത് നമ്മുടെ കുടലിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ബാക്ടീരിയാസ് ആണ്. പിന്നെ ഞാൻ കപ്പയുടെ മുകളിലോട്ട് കുറച്ച് മുളകിട്ട മീൻകറിയും കൂടെ ഒഴിക്കുന്നുണ്ട്. ഇനി അടുത്തത് കുറച്ച് അച്ചാറും കൂടി ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം കൂടെ ഇട്ട് ഇളക്കി ലാലേട്ടന്റെ ഭാഷയിൽ പറഞ്ഞ ഒരു ലാമ്പി അടിച്ചാൽ അതിന്റെ ടേസ്റ്റ് വേറെ ഒരു ഫുഡിനും കിട്ടില്ല എന്റെ മക്കളെ. അപ്പൊ പിന്നെ എങ്ങനെ, എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലേ?